കുറച്ചൊക്കെ വിദ്യാഭ്യാസവും കുറച്ചൊക്കെ സാമ്പത്തിക ശേഷിയുമുള്ള ആളുകൾ എൻ്റെ ഉമ്മയാണ് ഉപ്പയാണ് എന്ന് പോലും പറയാൻ സ്വന്തം മാതാപിതാക്കളെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പോലും മടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നവർ ആരാണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ മാതാപിതാക്കളായിരിക്കും. സഹോദരങ്ങളെ, ഇസ്ലാം വലിയ പുണ്യമായി പഠിപ്പിച്ചൊരു കാര്യമാണ് മാതാപിതാക്കളെ പരിഗണിക്കുകയും അവരെ പരിചരിക്കുകയും അവർക്ക് എല്ലാവിധ ഒരു മകനിൽ നിന്ന് ലഭിക്കേണ്ടുന്ന മകളിൽ നിന്ന് ലഭിക്കേണ്ടുന്ന എല്ലാവിധ സ്നേഹവും എല്ലാവിധ സഹവാസവും അവർക്ക് നൽകുക എന്നുള്ളത് ഏറെ പുണ്യമുള്ളൊരു കാര്യമാണ്. മാത്രമല്ല സ്വർഗമാണ് മാതാപിതാക്കൾ എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനോടുള്ളൊരു ബാധ്യത കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണമെന്ന്. വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാനാ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, നിന്റെ രക്ഷിതാവിതാ വിധിച്ചിരിക്കുന്നു അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, അവനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്ന്, ആ റബ്ബിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്ന് പടച്ച റബ്ബിന്റെ കൽപ്പനയാണ്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം. കണ്ടോ, അള്ളാഹിനോടുള്ള ഒരു ബാധ്യത കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണമെന്ന്. പ്രത്യേകിച്ച് അവരുടെ വാർദ്ധക്യ കാലഘട്ടത്തിൽ വലിയ അവർക്ക് വേണ്ട പരിഗണന നൽകണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. കണ്ടോ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ, ആ മാതാപിതാക്കൾക്ക് വാർദ്ധക്യമെത്തുമ്പോൾ അവർക്ക് വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉള്ള ഒരു സമയം ഉണ്ടാവും. ആ സമയമെത്തുമ്പോൾ പ്രത്യേകിച്ച് അല്ലാഹു ആ സമയം എടുത്തു വരാൻ, ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അവർക്ക് വെറുപ്പുണ്ടാക്കുന്ന ഒരു സംസാരം ഒരു പ്രതികരണം നിന്നിൽ നിന്ന് ഉണ്ടായിക്കൂടാ. വലാ തൻഹർഹുമാ, അവരോട് നിങ്ങൾ കയർത്തുകൂടാ, കയർത്ത് സംസാരിക്കാൻ പാടില്ല. ഛേ എന്ന് പോലും പറയരുത്. എന്ന് വെച്ചാൽ അവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന, അവരുടെ മനസ്സിൽ വിഷമമുണ്ടാക്കുന്ന ഒരു ആംഗ്യം പോലും മക്കളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ,